الله أكبر. الله أكبر. الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر. الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് പറയാൻ പോകുന്ന സഹാബാക്കളിൽ ആദ്യത്തെ പേര് ഹസ്രത്ത് ഖാലിദ് ബിൻ കൈസിന്റേതാണ്. ഹസ്രത്ത് ഖാലിദിന്റെ ബന്ധം ഖസ്റജ് ഗോത്രത്തിന്റെ ശാഖ ബനു ബയാസയുമായിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് കൈസ് ബിൻ മാലിക് ആയിരുന്നു. മാതാവിന്റെ പേര് സൽമ ബിൻ ഹാരിസ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മ റബീഇൽ നിന്ന് ഒരു മകൻ അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു. ഇബ്നു ഇസ്ഹാഖിന്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹം 70 അൻസാറുകളോടൊപ്പം ബൈഅത്തെ അക്ബയിൽ പങ്കെടുത്തിരുന്നു. അതിർത്ത് ഖാലിദ് ബദർ ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. രണ്ടാമത്തെ സഹാബി ഹസ്രത്ത് ഹാരിസ് ബിൻ ഹസമ ആണ്. അൻസാരിയായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബു ബിഷർ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം അൻസാറുകളുടെ ഗോത്രം ഹസ്റജുമായിട്ടായിരുന്നു. ബനു അബ്ദുൽ അഷ്അലിന്റെ സഖ്യകക്ഷിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബു ബഷർ എന്നായിരുന്നു. ഹസ്രത്ത് ഹാരിസ് ബിൻ ഖസമ ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഖന്തക് യുദ്ധം മുതലായ എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹാരിസ് ബിൻ ഖസമയെയും ഹസ്രത്ത് അയാസ് ബിൻ ബുക്കൈറിനും ഇടയിൽ സഹോദര ബന്ധം സ്ഥാപിച്ചു. ചരിത്രത്തിൽ ഇപ്രകാരം കാണാം: തബൂക്ക് യുദ്ധാവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം കാണാതെ പോയി. അപ്പോൾ കപടവിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈ ആരോപണം ഉന്നയിച്ചു: അങ്ങേക്ക് അങ്ങയുടെ ഒട്ടകത്തെക്കുറിച്ചുള്ള അറിവ് പോലുമില്ല, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആകാശീയമായ വാർത്തകൾ അറിയാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: എനിക്ക് ആ കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ, ഏതൊന്നിനെ കുറിച്ചാണോ അള്ളാഹു എനിക്ക് അറിവ് നൽകുന്നത്. പിന്നീട് പറഞ്ഞു: ഇപ്പോൾ അള്ളാഹു എനിക്ക് ഒട്ടകത്തെക്കുറിച്ചുള്ള അറിവ് നൽകിയിരിക്കുന്നു, അത് ഇന്ന താഴ്വരയിൽ ഇന്ന സ്ഥലത്തുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പരാമർശം മുമ്പ് കടന്നു കഴിഞ്ഞിട്ടുള്ളതാണ് മറ്റൊരു സഹാബിയെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഏതൊരു സഹാബിയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന സ്ഥലത്ത് നിന്ന് ഒട്ടകത്തെ തിരഞ്ഞു കണ്ടുപിടിച്ചു കൊണ്ടുവന്നത്, അത് ഹാരിസ് ബിൻ ഖസമ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വഫാത്ത് 40 ഹിജ്രിയിൽ ഹസ്രത്ത് അലിയുടെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ 67-ാമത്തെ വയസ്സിൽ മദീനയിൽ വെച്ച് നടക്കുകയുണ്ടായി. അടുത്ത സഹാബിയാണ് പറയാൻ പോകുന്നത് ഹസ്രത്ത് ഖുനൈസ് ബിൻ ഹസാഫ. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബു ഹസാഫ എന്നായിരുന്നു. ഹസ്രത്ത് ഖുനൈസിന്റെ മാതാവിന്റെ പേര് ലഈഫ ബിൻത് ഹസീം എന്നായിരുന്നു. അവരുടെ ബന്ധം ബനു സഹം ബിൻ അമ്ര ഗോത്രവുമായിട്ടാണ്. അതൊരു ഗോത്രമാണ്. ബനു സഹം ബിൻ അമ്ര ഇതൊരു ഗോത്രമാണ്. ഇദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർക്കമിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഹസ്രത്ത് ഖുനൈസ് ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഹുസാഫയുടെ സഹോദരനായിരുന്നു. ഹസ്രത്ത് ഖുനൈസ് ആ മുസ്ലിങ്ങളിൽ ഉൾപ്പെട്ട ആളായിരുന്നു. ആരാണോ രണ്ടാമത്തെ തവണ ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തത്. ഹസ്രത്ത് ഖുനൈസ് ആദ്യകാല മുഹാജിരിങ്ങളിൽ എണ്ണപ്പെടുന്നു. ഹസ്രത്ത് ഖുനൈസ് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ ഹസ്രത്ത് റിഫ ബിൻ അബ്ദുൽ മുൻസിറിന്റെ അവിടെയാണ് താമസിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഖുനൈസിനും ഹസ്രത്ത്
അബു അബസ് ബിൻ ജബറിനും ഇടയിൽ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ഹസ്രത്ത് ഖുനൈസ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ഹഫ്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് ഹസ്രത്ത് ഖുനൈസിന്റെ വിവാഹ ബന്ധത്തിലാണ് ഉണ്ടായിരുന്നത്. അവരുമായിട്ടാണ് വിവാഹം നടന്നിരുന്നത്. സീറത്ത് ഖാത്തമുൻ നബിയീനിൽ ഇതിന്റെ വിശദവിവരത്തിൽ എഴുതിയിരിക്കുന്നു. ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബിന് ഒരു മകളുണ്ടായിരുന്നു. അവരുടെ പേര് ഹഫ്സ എന്നായിരുന്നു. അവർ ഹസ്രത്ത് ഹുനൈസ് ബിൻ ഹസാഫയുടെ വിവാഹ ബന്ധത്തിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു മുഖ്ലിസായ സഹാബിയായിരുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ബദർ യുദ്ധത്തിന് ശേഷം മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഹുനൈസ് രോഗിയായി. ഈ രോഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം ലഭിച്ചില്ല. അതിൽ കുറച്ചു കാലത്തിന് ശേഷം വഫാത്തായി. ഹസ്രത്ത് ഉമറിന് ഹസ്രത്ത് ഹഫ്സയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് വളരെ വലിയ വ്യാകുലത ഉണ്ടായിരുന്നു. ആ സമയത്ത് ഹസ്രത്ത് ഹഫ്സയുടെ പ്രായം 20 വയസ്സിൽ കൂടുതലായിരുന്നു. ഹസ്രത്ത് ഉമർ തന്റെ പ്രകൃതിപരമായ സാധാരണത്വം കൊണ്ട് സ്വയം ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാനുമായി കണ്ടുമുട്ടി ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. എനിക്ക് ഒരു മകൾ ഹഫ്സ ഉണ്ട്, വിധവയാണ്. താങ്കൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവളുമായി വിവാഹം കഴിക്കുക. എന്നാൽ ഹസ്രത്ത് ഉസ്മാൻ അതിനെ ഒഴിവാക്കുകയുണ്ടായി. അതിനുശേഷം ഹസ്രത്ത് അബൂബക്കറിനോട് ഹസ്രത്ത് ഉമർ ഇതിനെക്കുറിച്ച് പറഞ്ഞു, വിവാഹത്തെക്കുറിച്ച് താങ്കൾ അവളെ വിവാഹം കഴിക്കുക. എന്നാൽ ഹസ്രത്ത് അബൂബക്കറും നിശബ്ദത പാലിച്ചു, ഒരു മറുപടിയും നൽകിയില്ല. അപ്പോൾ ഹസ്രത്ത് ഉമറിന് വലിയധികം ദുഃഖവും പ്രയാസവും ഉണ്ടായി. അദ്ദേഹം ഈ പ്രയാസത്തിന്റെ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. എന്നിട്ട് അങ്ങയോട് ഈ എല്ലാ കഥയും വിവരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ വ്യാകുലപ്പെടേണ്ടതില്ല. അള്ളാഹുവിന് ഇഷ്ടമാണ് എങ്കിൽ ഹഫ്സക്ക് ഉസ്മാനേക്കാളും അബൂബക്കറിനേക്കാളും നല്ല ഒരു ഭർത്താവിനെ ലഭിക്കുന്നതാണ്. ഉസ്മാന് ഹഫ്സയേക്കാൾ നല്ല ഒരു ഭാര്യയെയും ലഭിക്കുന്നതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സയുമായി വിവാഹം കഴിക്കാനും തന്റെ മകൾ ഉമ്മു കുൽസുമിനെ ഹസ്രത്ത് ഉസ്മാന് വിവാഹം ചെയ്തു നൽകാനും ഉദ്ദേശിച്ചിരുന്നു. അത് ഹസ്രത്ത് അബൂബക്കറിനും ഹസ്രത്ത് ഉസ്മാനും രണ്ടുപേർക്കും അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവർ ഹസ്രത്ത് ഉമറിന്റെ ഈ നിർദ്ദേശത്തെ മാറ്റിക്കളഞ്ഞത്. ഇതിന് കുറച്ച് കാലത്തിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉസ്മാനുമായി തന്റെ മകൾ ഉമ്മു കുൽസുമിനെ വിവാഹം ചെയ്തു. അതിനെക്കുറിച്ചുള്ള വിവരണം കടന്നു കഴിഞ്ഞതാണ്. അതിനുശേഷം തന്റെ ഭാഗത്ത് നിന്ന് ഹഫ്സക്കായി ഹസ്രത്ത് ഉമറിന് വിവാഹ സന്ദേശം അയച്ചു. ഹസ്രത്ത് ഉമറിന് അതിനേക്കാൾ കൂടുതലായി എന്താണ് വേണ്ടിയിരുന്നത്? അദ്ദേഹം വളരെയധികം സന്തോഷത്തോടുകൂടി വിവാഹബന്ധം സ്വീകരിക്കുകയും ഷഹബാൻ 3 ഹിജ്രിയിൽ ഹസ്രത്ത് ഹഫ്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിക്കാഹിൽ വന്നുകൊണ്ട് പരിശുദ്ധ പത്നിമാരിൽ ഉൾപ്പെടുകയുണ്ടായി. ഈ വിവാഹബന്ധം നടന്നപ്പോൾ ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ഉമറിനോട് പറയുകയുണ്ടായി, ഒരുപക്ഷെ താങ്കളുടെ ഹൃദയത്തിൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രയാസമോ ദുഃഖമോ ഉണ്ടായിട്ടുണ്ടാകാം. കാര്യം ഇതാണ്, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ഇല്ലാതെ എനിക്ക്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ഇല്ലാതെ എനിക്ക് ഈ രഹസ്യം വെളിപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. അഥവാ അങ്ങേക്ക് ഈ ഉദ്ദേശം ഇല്ലായിരുന്നുവെങ്കിൽ, അതായത് ഈ ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉദ്ദേശമില്ലായിരുന്നുവെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തോടെ ഹഫ്സയെ വിവാഹം കഴിക്കുമായിരുന്നു. ഹഫ്സയെ നിക്കാഹ് കഴിക്കുന്നതിൽ പ്രത്യേകമായ കാര്യം ഇതായിരുന്നു. ഒന്ന്, ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശേഷം എല്ലാ സഹാബാക്കളിലും ശ്രേഷ്ഠനായ സഹാബിയായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ സാമീപ്യമുള്ള ആളുകളിൽപ്പെട്ട ആളായിരുന്നു. പരസ്പരമുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുന്നതിനു വേണ്ടി, അതുപോലെ തന്നെ ഹസ്രത്ത് ഉമറിന്റെയും ഹസ്രത്ത് ഹഫ്സയുടെയും ഈ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയും ഏതൊന്നാണോ ഹസ്രത്ത് ഹുനൈസ് ബിൻ ഹുസാഫയുടെ അസമയത്തുള്ള മരണം മുഖേന അവർക്കുണ്ടായിരുന്നത്, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സയുമായി സ്വയം വിവാഹം കഴിക്കുന്നത് ഉചിതമായി മനസ്സിലാക്കി. മറ്റൊരു നിവേദനം അനുസരിച്ച്
ഹസ്രത്ത് ഹുനൈസ് ബിൻ ഹുസാഫ അദ്ദേഹത്തിന് ഉഹദ് യുദ്ധത്തിൽ അല്പം പരിക്ക് പറ്റുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ പരിക്കിന്റെ അവസ്ഥയിൽ മദീനയിലേക്ക് കൊണ്ടുവരികയും മദീനയിൽ വെച്ച് വഫാത്താകുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിപ്പിക്കുകയും ജന്നത്തുൽ ബഖീൽ അദ്ദേഹത്തെ കബറടക്കുകയും ചെയ്തു. ഹസ്രത്ത് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഭാഗത്ത് അദ്ദേഹത്തെ കബറടക്കുകയും ചെയ്തു. അടുത്ത സഹാബിയാണ്, അദ്ദേഹത്തിന്റെ പേര് ഹസ്രത്ത് ഹാരിസ ബിൻ നുഅ്മാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബു അബ്ദുള്ള എന്നായിരുന്നു. ഹസ്രത്ത് ഹാരിസ ബിൻ നുഅ്മാൻ അൻസാരിയായ സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം ഖസ്റജ് ഗോത്രത്തിന്റെ ശാഖ ബനു നജ്ജാറുമായിട്ടായിരുന്നു. അദ്ദേഹം ബദർ, ഉഹദ്, ഖന്ദഖ് മറ്റുള്ള എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. അദ്ദേഹത്തെ വളരെ പ്രഗത്ഭരായ സഹാബാക്കളുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെടുന്നത്. ഹസ്രത്ത് ഹാരിസയുടെ മാതാവിന്റെ പേര് ജാദ ബിൻറ്റ് ഉബൈദ് എന്നായിരുന്നു. ഹസ്രത്ത് ഹാരിസ ബിൻ നുഅ്മാന്റെ മക്കളിൽ അബ്ദുള്ള, അബ്ദുറഹ്മാൻ, സൗദ, ഉംറ, അതേപോലെ തന്നെ ഉമ്മ ഷാം എന്നിവർ ഉൾപ്പെടും. ഈ കുട്ടികളുടെ മാതാവിന്റെ പേര് ഉമ്മ ഖാലിദ് എന്നായിരുന്നു. അങ്ങയുടെ മറ്റ് മക്കളിൽ ഉമ്മ കുൽസും, അവരുടെ മാതാവ് ബനു അബ്ദുള്ള ബിൻ ഗത്ഫാൻ ഗോത്രത്തിൽ നിന്നായിരുന്നു. അമത്തുള്ള ആണ് മറ്റൊന്ന്. അവരുടെ മാതാവ് ബനു ജന്ദ ഗോത്രത്തിൽ നിന്നായിരുന്നു. മറ്റൊരു റിവായത്തിൽ ഇപ്രകാരം വരുന്നു. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് വിവരിക്കുന്നു, ഹസ്രത്ത് ഹാരിസ ബിൻ നുഅ്മാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തുകൂടെ കടന്നുപോയി. അങ്ങയുടെ അടുത്ത് ആ സമയത്ത് ജിബ്രീൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു റിവായത്ത് മുമ്പ് ഇത് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തത്. ഇത് ചുരുങ്ങിയ ഒരു റിവായത്തായിരുന്നു. അവിടുന്ന് കടന്നുപോയി. അപ്പോൾ അദ്ദേഹം സലാം നൽകി. അപ്പോൾ ജിബ്രീൽ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന്റെ വിശദമായ റിവായത്ത് ഇപ്രകാരമാണ്. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് വിവരിക്കുകയാണ്, ഹസ്രത്ത് ഹാരിസ ബിൻ നുഅ്മാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തുകൂടെ കടന്നുപോയി. അങ്ങയുടെ അടുത്തപ്പോൾ ജിബ്രീൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങ് അദ്ദേഹത്തോട് പതുക്കെ എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. ഹാരിസ അങ്ങേക്ക് സലാം പറഞ്ഞില്ല. ജിബ്രായിൽ ചോദിച്ചു, അദ്ദേഹം എന്തുകൊണ്ടാണ് സലാം പറയാതിരുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസയോട് അപ്പോഴല്ല പിന്നീട് ചോദിച്ചു, താങ്കൾ കടന്നുപോയപ്പോൾ എന്തുകൊണ്ടാണ് സലാം പറയാതിരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളുടെ അടുത്ത് ഒരാളെ കാണുകയുണ്ടായി. അങ്ങ് അദ്ദേഹത്തോട് വളരെ മെല്ലെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ സംസാരത്തെ ഇടയ്ക്ക് വെച്ച് മുറിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ താങ്കളുടെ ശ്രദ്ധയെ തിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾ ആ വ്യക്തിയെ കണ്ടിരുന്നോ? എന്റെ അടുത്തിരുന്ന ആ വ്യക്തിയെ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ കണ്ടിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ജിബ്രയിൽ ആയിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അഥവാ ഇദ്ദേഹം സലാം പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന് സലാം മറുപടി നൽകുമായിരുന്നു. അതിനുശേഷം ജിബ്രയിൽ പറഞ്ഞു, ഇദ്ദേഹം ആ 80 ആളുകളിൽപ്പെട്ട ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ ജിബ്രയിലിനോട് ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ജിബ്രയിൽ പറഞ്ഞു, ഇദ്ദേഹം ആ 80 ആളുകളിൽപ്പെട്ട ആളാണ്. ആരാണോ ഹുനൈൻ യുദ്ധത്തിൽ അങ്ങയോടൊപ്പം സ്ഥിരചിത്തതയോടുകൂടി നിലകൊണ്ടത്, അവരുടെ റിസ്ക്കും അവരുടെ മക്കളുടെ റിസ്ക്കും സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസയോട് ഈ കാര്യങ്ങളെല്ലാം വിവരിക്കുകയുണ്ടായി. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്രകാരവും കാണാം, റിവായത്തിൽ കാണാം, ഹസ്രത്ത് ആയിഷ പറയുകയുണ്ട്, അദ്ദേഹം തന്റെ മാതാവിനോട് വളരെ ഉന്നതമായ നിലയിൽ പെരുമാറുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇതുപോലുള്ള നന്മ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഹസ്രത്ത് ഹാരിസ ബിൻ നുഅ്മാൻ അവസാന കാലത്ത് അദ്ദേഹം അന്ധനായി തീരുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അദ്ദേഹം തന്റെ നമസ്കാര സ്ഥലത്ത് നിന്ന് വാതിൽ വരെ ഒരു കയറ് കെട്ടിയിരുന്നു. തന്റെ കൈ അടുത്ത് ഒരു കൊട്ട വെക്കുമായിരുന്നു. അതിൽ ഈത്തപ്പഴം ഉണ്ടാകുമായിരുന്നു. ഏതെങ്കിലും ഒരു ദരിദ്രൻ അങ്ങയുടെ അടുത്ത് വരുമ്പോൾ, ഭിക്ഷക്കാരൻ വന്നാൽ, സലാം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും കാണാനായി വന്നാൽ
ദരിദ്രനായ ആളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ ആ കയറിൽ പിടിച്ച് നമസ്കാര സ്ഥലത്ത് നിന്ന് വാതിൽ വരെ വരുമായിരുന്നു. എന്നിട്ട് അവർക്ക് ഈത്തപ്പഴം നൽകുമായിരുന്നു. അങ്ങയുടെ വീട്ടുകാർ പറയുമായിരുന്നു, താങ്കൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്, താങ്കളുടെ ഭാഗത്ത് ഈ സേവനം ഞങ്ങൾ ചെയ്യാം, എന്തിനാണ് ഇത്രയധികം പ്രയാസപ്പെടുന്നത്. എന്നാൽ അവിടുന്ന് പറയുമായിരുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കേട്ടിട്ടുണ്ട്, ദരിദ്രരെ സഹായിക്കുന്നത് മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. റിവായത്തിൽ വരുന്നു, ഹദ്റത്ത് ഹാരിസ ബിൻ നുഅ്മാന്റെ വീടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് അടുത്തായിരുന്നു. ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു, സ്വത്തുണ്ടായിരുന്നു. ആവശ്യമുള്ള സമയത്ത് എല്ലാം തന്നെ ഹദ്റത്ത് ഹാരിസ തന്റെ വീടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ സമർപ്പിക്കാറുണ്ടായിരുന്നു. അതായത് സ്ഥിരമായ നിലയിൽ നൽകുമായിരുന്നു. വിവാഹം നടക്കുമ്പോൾ, അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോൾ, താമസ സൗകര്യത്തിന്റെ ആവശ്യമായി വരുമ്പോൾ സ്ഥിരമായ നിലയിൽ അത് നൽകുമായിരുന്നു. ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹു ഹദ്റത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുമായി വിവാഹം കഴിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അലിയോട് പറയുകയുണ്ടായി, തനിക്കായി ഏതെങ്കിലും ഭവനം അന്വേഷിക്കുക. ഹദ്റത്ത് അലി വീട് അന്വേഷിക്കുകയും അവിടേക്ക് വിവാഹം കഴിച്ച് ഫാത്തിമയെ കൊണ്ടുപോവുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് പറയുകയുണ്ടായി, ഞാൻ നിന്നെ എന്റെ അടുത്ത് വിളിക്കാൻ ആഗ്രഹിക്കുന്നു, അതായത് എന്റെ അടുത്ത് വരിക. അപ്പോൾ ഹദ്റത്ത് ഫാത്തിമ അങ്ങയോട് അഭിപ്രായം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ പറഞ്ഞു, താങ്കൾ ഹാരിസ ബിൻ നുഅ്മാനോട് പറയുക, അദ്ദേഹം മറ്റെവിടേക്കെങ്കിലും താമസം മാറട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ആ ഭവനം അത് അദ്ദേഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാരിസ നമുക്ക് വേണ്ടി പല പ്രാവശ്യം താമസം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് അടുത്താണ്. ഏറ്റവും അടുത്തുള്ള വീട് അദ്ദേഹം ഉപേക്ഷിച്ച് അത് എനിക്ക് നൽകും. ഇപ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു അദ്ദേഹത്തോട് വീണ്ടും താമസം മാറാൻ പറയാനായി. ഈ വാർത്ത ഹദ്റത്ത് ഹാരിസക്ക് എത്തിയപ്പോൾ അദ്ദേഹം തന്റെ വീട് കാലിയാക്കി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എനിക്കറിയാൻ സാധിച്ചു താങ്കൾ ഹദ്റത്ത് ഫാത്തിമയെ താങ്കളുടെ അടുത്തേക്ക് താമസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതെന്റെ ഭവനമാണ്. ഇത് ബനു നജ്ജാറിന്റെ വീടുകളിൽ താങ്കളുമായി ഏറ്റവും അടുത്ത വീടാണ്. ഞാനും എന്റെ ധനവും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിനും വേണ്ടിയുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ എന്നിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ഏത് ധനം എടുത്തുകൊള്ളുക. ആ ധനം എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടതാണ്. ഏതൊന്നാണോ താങ്കൾ വിട്ടേച്ചു പോകുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ സത്യമാണ് പറഞ്ഞത്. അള്ളാഹു താങ്കളിൽ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഫാത്തിമയെ ഹദ്റത്ത് ഹാരിസയുടെ വീട്ടിൽ വിളിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ കുറച്ച് വിശദ വിവരം സീറത്ത് ഖാത്തമുൻ നബിയിൽ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. അദ്ദേഹം എഴുതുന്നു, ഹദ്റത്ത് അലി ഇതുവരേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പള്ളിയുടെ ഏതെങ്കിലും മുറിയിലോ മറ്റോമാണ് താമസിച്ചിരുന്നത്. എന്നാൽ വിവാഹത്തിനു ശേഷം വേറെ ഭവനം ഉണ്ടാകേണ്ട അനിവാര്യമായിരുന്നു. ഏതൊന്നിലാണോ ഭാര്യയും ഭർത്താവും താമസിക്കേണ്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അലിയോട് പറയുകയുണ്ടായി, താങ്കൾ ഏതെങ്കിലും ഒരു വീട് അന്വേഷിക്കുക, നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കുന്നതിനായി. ഹദ്റത്ത് അലി താൽക്കാലികമായി ഒരു വീട് സംഘടിപ്പിച്ചു. അതിൽ ഹദ്റത്ത് ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയി. ആ ദിവസം വിവാഹത്തിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിൽ പോയി. എന്നിട്ട് കുറച്ച് വെള്ളം വാങ്ങി ദുആ ചെയ്തു. എന്നിട്ട് ആ വെള്ളം ഹദ്റത്ത് ഫാത്തിമയുടെയും അലിയുടെയും മേൽ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തളിക്കുകയുണ്ടായി. അല്ലാഹുമ്മ ബാരിക് ഫീഹിമ വ ബാരിക് അലൈഹിമ വ ബാരിക് ലഹുമ നസ്ലഹുമ. അതായത്, അല്ലാഹുവേ, ഇവർ രണ്ടുപേരുമുള്ള ബന്ധത്തിൽ നീ അനുഗ്രഹം നൽകണമേ. ഇവരുടെ ഈ ബന്ധത്തിലും, അതായത് മറ്റുള്ളവരുമായി ഇവർക്കുണ്ടാകുന്ന ബന്ധത്തിലും നീ അനുഗ്രഹം ചൊരിയണമേ. ഇവരുടെ തലമുറയിലും അനുഗ്രഹം ചൊരിയണമേ. അതായത് വ്യക്തിപരമായ ബന്ധത്തിലും കുടുംബങ്ങൾ തമ്മിലുള്ള, സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും എല്ലാ ഇതിലും തന്നെ ബർക്കത്തിനു വേണ്ടി അനുഗ്രഹം ചെയ്തു. അതോടൊപ്പം തന്നെ തലമുറകളിലും അനുഗ്രഹം ചൊരിയണമേ എന്ന് പറഞ്ഞു. പിന്നീട് ഈ പുതിയ ദമ്പതികളെ അവിടെ ആക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഫാത്തിമയുടെ വീട്ടിൽ പോയി. അപ്പോൾ ഹദ്റത്ത് ഫാത്തിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹാരിസ ബിൻ നുഅ്മാൻ അൻസാരിയുടെ വീട്ടിൽ ഏതാനും ചില വീടുകളുണ്ട്. അദ്ദേഹത്തോട് താങ്കൾ പറയുക, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭവനം ഞങ്ങൾക്ക് ഒഴിഞ്ഞു തരിക. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം നമുക്ക് വേണ്ടി ഇത്രത്തോളം വീടുകൾ ഒഴിഞ്ഞു തന്നിട്ടുണ്ട്, ഇനിയും അദ്ദേഹത്തോട് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. ഹദ്റത്ത് ഹാരിസക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയോ അറിയാൻ സാധിച്ചു. അദ്ദേഹം ഓടി വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് പറഞ്ഞു,
അള്ളാഹുവിന്റെ റസൂലെ, എന്റെ എല്ലാം തന്നെ താങ്കളുടേതാണ്. താങ്കൾ എന്നിൽ നിന്ന് എന്തൊന്നാണോ സ്വീകരിക്കുന്നത് അതെനിക്ക് കൂടുതൽ സന്തോഷം നൽകുന്നതാണ്. ഏതൊന്നാണോ എന്റെ അടുത്ത് ബാക്കിയായി നിൽക്കുന്നത്. പിന്നീട് ആ മുഖ്ലിസായ സഹാബി നിർബന്ധപൂർവ്വം തന്റെ ഭവനം ഒഴിവാക്കി അത് സമർപ്പിക്കുകയുണ്ടായി. ഹദ്റത്ത് അലിയും ഹദ്റത്ത് ഫാത്തിമയും പിന്നീട് അവിടെ വന്ന് താമസിക്കുകയുണ്ടായി. ഹദ്റത്ത് ആയിഷയിൽ നിന്ന് നിവേദനം, ഹുനൈൻ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ ആരാണ് ഇന്ന് രാത്രി കാവൽ നിൽക്കുക? അപ്പോൾ ഹദ്റത്ത് ഹാരിസ ബിൻ നുഅ്മാൻ വളരെ മെല്ലെ സമാധാനത്തോടുകൂടി എഴുന്നേറ്റു. ഹദ്റത്ത് ഹാരിസ തന്റെ ഒരു ജോലിയിലും തന്നെ ധൃതി കാണിക്കാറുണ്ടായിരുന്നില്ല. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അദ്ദേഹം ഇത്ര മെല്ലെ എഴുന്നേറ്റത് കാരണം ലജ്ജ ഹാരിസയെ മോശമാക്കി കളഞ്ഞിരിക്കുന്നു. ഇത്തരം അവസരങ്ങളിൽ പെട്ടെന്ന് എഴുന്നേൽക്കേണ്ടതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പറയരുത്. ലജ്ജ ഹാരിസയെ മോശമാക്കി എന്ന് പറയരുത്, മറിച്ച് ഇങ്ങനെ പറയുക, ലജ്ജ ഹാരിസയെ ശരിയാക്കി എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അത് ശരിയായിത്തീരുന്നു. അത് ഹാരിസ ബിൻ നുമാന്റെ മരണം ഹദ്റത്ത് അമീർ മുആവിയുടെ കാലഘട്ടത്തിലാണ് നടന്നത്. അടുത്ത സഹാബിയാണ് ഹദ്റത്ത് ബഷീർ ബിൻ സഅദ്. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബു നുഅ്മാൻ എന്നായിരുന്നു. സഅദ് ബിൻ സൽഅബ ഇദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. ഹദ്റത്ത് സിമാക് ബിൻ സഅദിന്റെ സഹോദരനായിരുന്നു. ഖസ്റജ് ഗോത്രവുമായിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ബന്ധം. മാതാവിന്റെ പേര് ഉനൈസ ബിൻത് ഖലീഫ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അമ്ര ബിൻത് റവാഹ എന്നായിരുന്നു. ഹദ്റത്ത് ബഷീർ ബിൻ സഅദ് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ എഴുതാൻ അറിയുന്ന ആളായിരുന്നു. ഈ കാലഘട്ടത്തിൽ അറബികളിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ എഴുതാൻ അറിയുമായിരുന്നുള്ളൂ. അദ്ദേഹം ബൈഅത്ത് അഖ്ബ സാനിയയിൽ 70 അൻസാറുകളോടൊപ്പം പങ്കെടുത്തു. അദ്ദേഹം ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഖന്തക് യുദ്ധം മുതലായ എല്ലാ യുദ്ധങ്ങളിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം പങ്കെടുത്തിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ 7 ഹിജ്രിയിൽ ഹദ്റത്ത് ബഷീർ ബിൻ സഅദിന്റെ നേതൃത്വത്തിൽ 30 ആളുകൾ ഉൾപ്പെട്ട ഒരു സൈന്യത്തെ ഫദക് ബിൻ മുറയുടെ അടുത്തേക്ക് അയച്ചു. അവർക്കിടയിൽ ശക്തമായ യുദ്ധവും ഉണ്ടായി. ഹദ്റത്ത് ബഷീർ വളരെ ധൈര്യത്തോടുകൂടി യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്തതിനിടക്ക് അദ്ദേഹത്തിന്റെ കാലിന്റെ ജരിയാണിക്ക് വാളുകൊണ്ട് മുറിവേറ്റു. അദ്ദേഹം ഷഹീദായി എന്ന് ധരിച്ചു. എന്നാൽ വൈകുന്നേരമായപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ഫദക്കിലേക്ക് വന്നു. ശത്രുക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ഒരുപക്ഷെ ബോധരഹിതനായിട്ടുണ്ടാകും, ഷഹീദായി എന്ന് കരുതി ഉപേക്ഷിച്ചു പോന്നു. വൈകുന്നേരം അദ്ദേഹത്തിന് ബോധം വന്നു. അദ്ദേഹം അവിടെ നിന്ന് ഫദക്കിൽ വന്നു. ഫദക്കിൽ അദ്ദേഹം ഒരു യഹൂദിയുടെ വീട്ടിൽ ഏതാനും ദിവസം താമസിച്ചു. പിന്നീട് മദീനയിലേക്ക് തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഷവ്വാൽ 7 ഹിജ്രിയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയെ 300 ആളുകൾക്കൊപ്പം യുംൻ, ജവാർ എന്നിവരിലേക്ക് നിയോഗിച്ചയച്ചു. ഫദക്ക് വാദിയിൽ ഖുറാക്ക് ഇടയിൽ ഉള്ള സ്ഥലം ആണ് ഇത്. ഇവിടെ ഗത്ഫാനിലെ കുറച്ചാളുകൾ അയാന ബിൻത് സർഫറായുടെ നേതൃത്വത്തിൽ ഒരുമിച്ചു കൂടിയിരുന്നു. ഇസ്ലാമിനെതിരിൽ അവര് ഗൂഢാലോചനകൾ നടത്തിയിരുന്നു. ഹദ്റത്ത് ബഷീർ അവരെ നേരിട്ട് ഛിന്നഭിന്നമാക്കി. മുസ്ലിങ്ങൾ ചിലരെ വധിക്കുകയും ചിലരെ തടവിലാക്കുകയും ചെയ്തു. ഗനീമത്ത് മുതലുമായി തിരിച്ചു വന്നു. ഇവർ യുദ്ധം ചെയ്യാനും നഷ്ടമുണ്ടാക്കാനും വേണ്ടി ഒരുമിച്ചു കൂടിയതായിരുന്നു. അതുകൊണ്ട് ഇവർക്കെതിരിൽ മുസ്ലിങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് ഈ നടപടിയെടുത്തത്. ധനം കൊള്ളയടിക്കുക, വധിക്കുക എന്നതായിരുന്നില്ല ഉദ്ദേശം. ഇതുപോലെ കഴിഞ്ഞ ഖുത്ബയിലും ഞാൻ വിവരിച്ചിരുന്നു. തെറ്റായ ആക്രമണം നടത്തിയപ്പോൾ അതിന് ഒരു അനുവാദവും ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് കഠിനമായ നിലയിൽ നീരസം പ്രകടിപ്പിച്ചു. എന്തിനാണ് നിങ്ങൾ യുദ്ധം ചെയ്തത് എന്ന് ചോദിച്ചു. ബഷീർ ബിൻ സഅദിനെ കുറിച്ച് ഒരു നിവേദനമുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ വിവരിക്കുന്നു. നുമാൻ ബിൻ ബഷീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ഈ മകന് എന്റെ ഒരു അടിമയെ നൽകിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾ താങ്കളുടെ എല്ലാ മക്കൾക്കും ഇതുപോലെ തന്നെ നൽകിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ പിന്നെ അത് തിരിച്ചു വാങ്ങിക്കുക. ഒരു റിവായത്തിൽ ഇപ്രകാരമാണ്. ഹദ്റത്ത് നുമാൻ ബിൻ ബഷീർ പറയുന്നു, എന്റെ പിതാവ് തന്റെ കുറച്ച് ധനം എനിക്ക് നൽകി.
ഇതും ബുഖാരിയിൽ തന്നെ നിവേദനമാണ്. അപ്പോൾ എന്റെ മാതാവ് അമ്ര ബിൻറ്റ് റവാഹ പറഞ്ഞു, ഞാൻ തൃപ്തിപ്പെടുകയില്ല ഏതുവരെ താങ്കൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാക്ഷിയാക്കുന്നില്ലയോ. എന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നു, അങ്ങേ എനിക്ക് നൽകിയ ധനത്തിൽ സാക്ഷിയാക്കുന്നതിനു വേണ്ടി ഏതൊന്നാണോ എനിക്ക് നൽകിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ താങ്കളുടെ എല്ലാ മക്കൾക്കും ഇതുപോലെ നൽകിയിട്ടുണ്ടോ? എല്ലാവർക്കും ഇത്രത്തോളം തന്നെ ധനം നൽകിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെന്ത് വസ്തുവാണോ ഉള്ളത് നൽകിയിട്ടുണ്ടോ? ഇവിടുന്ന് പറഞ്ഞു, ഇല്ല. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിനെ ഭയപ്പെടുക, തങ്ങളുടെ മക്കളോട് നീതിപൂർവം പെരുമാറുക. എന്റെ പിതാവ് തിരിച്ചു വന്നു, എന്നിട്ട് ആ ധനം എന്നിൽ നിന്ന് തിരിച്ചു വാങ്ങി. മുസ്ലിമിലെ നിവേദനത്തിൽ ഇപ്രകാരം ആണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ സാക്ഷിയാക്കരുത്, കാരണം ഞാൻ അക്രമത്തിന് സാക്ഷിയാവുകയില്ല. ഈ പ്രശ്നത്തിന്റെ ഈ ഹദീസിന്റെ വിശദീകരണം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ദാനത്തിന്റെ വിശദീകരണം നൽകിക്കൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു വളരെ ഉന്നതമായ ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു മാർഗദർശനമാണ്. അവിടുന്ന് പറയുന്നു, ഞാൻ വിചാരിക്കുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശം സുപ്രധാനമായ വസ്തുക്കളെ കുറിച്ചുള്ളതാണ്, ചെറിയ ചെറിയ വസ്തുക്കളെ കുറിച്ചുള്ളതല്ല. ഉദാഹരണമായി, നാം പഴം കഴിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഒരു കുട്ടി നമ്മുടെ മുന്നിലുണ്ട്, നാം ആ കുട്ടിക്ക് നൽകാം, മറ്റുള്ളവർക്ക് അത് ലഭിച്ചില്ലെന്ന് വരാം. ഹദീസിൽ കുതിരയുടെ ഉദാഹരണമാണ് വരുന്നത്, അതല്ലെങ്കിൽ ധനം, അതല്ലെങ്കിൽ അടിമയുടേതാണ്. അപ്പോൾ എന്തോ വിലപിടിപ്പുള്ള വസ്തുവുമായിട്ടാണ് വരുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാളോട് പറഞ്ഞു, ഒന്നുകിൽ അയാൾ തന്റെ എല്ലാ മക്കൾക്കും ഓരോ കുതിരയെ നൽകുക, അല്ലെങ്കിൽ ആർക്കും നൽകാതിരിക്കുക. എന്നാൽ അതിനുള്ള കാരണം ഇതായിരുന്നു, അറബികളിൽ കുതിരയ്ക്ക് വലിയ വിലയാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അടിമയാണെങ്കിൽ അടിമയും ഒരു വലിയ സ്വത്തായിട്ടാണ് കരുതിയിരുന്നത്. അല്ലെങ്കിൽ ധനം, ഏതെങ്കിലും വിലപിടിപ്പുള്ള വസ്തു, അതിനെയാണ് വിലക്കിയിട്ടുള്ളത്. അറബികൾ കുതിരക്ക് വളരെ വലിയ വിലപിടിപ്പുള്ള ഒന്നായിരുന്നു. ഈ കൽപ്പന ആ വസ്തുക്കളെ കുറിച്ചുള്ളതാണ്. ഏതൊന്നു മുഖേനയാണോ പരസ്പരം വിദ്വേഷം ഉണ്ടാകാൻ സാധ്യതയുള്ളത്, ഒരു കുട്ടിക്ക് നൽകി രണ്ടാമത്തെ കുട്ടിക്ക് നൽകിയില്ല എങ്കിൽ പരസ്പരം വിദ്വേഷം ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടുന്ന് എഴുതുന്നു, നിസ്സാര വസ്തുക്കളെ കുറിച്ചുള്ളതല്ല. ഉദാഹരണമായി, നമ്മുടെ ഒരു കുട്ടി നമ്മുടെ കൂടെ മാർക്കറ്റിൽ വരുന്നു എന്ന് സങ്കല്പിക്കുക. നാം ആ കുട്ടിക്ക് കടയിൽ നിന്ന് കോട്ടിനുള്ള തുണി വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് തികച്ചും അനുവദനീയമാണ്. ഏതുവരെ എല്ലാവർക്കും ഒരുപോലെ കോട്ടിനുള്ള തുണി വാങ്ങിക്കൊടുക്കുന്നില്ലയോ അതുവരെ ഈ കുട്ടിക്കും കോട്ടിനുള്ള തുണി വാങ്ങി നൽകുകയില്ല എന്ന് പറയാൻ സാധ്യമല്ല. അവിടുന്ന് എഴുതുന്നു, നമ്മുടെ പക്കൽ ചില സമയത്ത് ചില ഉപഹാരങ്ങൾ വരുന്നു. നമ്മുടെ മുമ്പിലുള്ള ഒരു കുട്ടി നമ്മോട് പറയുന്നു, അതെനിക്ക് നൽകുക എന്ന്. നാം സമ്മാനം ആ കുട്ടിക്ക് നൽകുന്നു. അതിന്റെ അർത്ഥം നാം മറ്റുള്ളവരെ അത് നിഷേധിച്ചു എന്നല്ല, മറിച്ച് നാം വിചാരിക്കുന്നു മറ്റൊരു ഉപഹാരം വന്നു കഴിഞ്ഞാൽ മറ്റാളുടെ ഊഴം വരുന്നതാണ്. അതുകൊണ്ട് ഈ കൽപ്പന ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചുള്ളതല്ല, മറിച്ച് വലിയ വലിയ വസ്തുക്കളെ കുറിച്ചുള്ളതാണ്. ഏതൊന്നിലാണോ വ്യത്യസ്തമായ പെരുമാറ്റത്തിലൂടെ പരസ്പരം വിദ്വേഷവും വെറുപ്പും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അവിടുന്ന് പറയുന്നു, എന്റെ രീതി ഇതാണ്. എന്റെ ഏതെങ്കിലും ഒരു കുട്ടി യുവാവാകുമ്പോൾ ഞാൻ അവന് അല്പം ഭൂമി നൽകുന്നു. അവൻ അതിൽ നിന്ന് വസിയത്ത് ചെയ്യുന്നതിനു വേണ്ടി, സ്വത്തുണ്ടാകുമ്പോൾ വസിയത്ത് ചെയ്ത് ചന്ത നൽകുന്നതിനു വേണ്ടി. അതിനർത്ഥം ഞാൻ മറ്റുള്ളവരുടെ അവകാശം നിഷേധിച്ചു എന്നല്ല, മറിച്ച് ഞാൻ പറയുന്നു, അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവർക്കും ഇതിൽ നിന്ന് പങ്ക് ലഭിക്കും. ഏതായിരുന്നാലും സ്വത്ത് പ്രത്യേകം പ്രാധാന്യമുള്ളതായിരിക്കരുത്. അഥവാ ഏതെങ്കിലും വ്യക്തി ആ വിധത്തിൽ ദാനം ചെയ്യുകയാണെങ്കിൽ അത് മുഖേന മറ്റുള്ളവരിൽ വിദ്വേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ് അത് അവരിൽ നിന്ന് തിരിച്ചു വാങ്ങുക. ബന്ധുക്കളുടെയും കടമയാണ് അവരെ ഈ പാപത്തിൽ നിന്ന് തടയുക എന്നുള്ളത്. മറ്റൊരവസരത്തിൽ ഇതുപോലുള്ള ഒരു ദാനത്തെക്കുറിച്ചുള്ള പ്രശ്നം സമർപ്പിക്കപ്പെട്ടു. മുഫ്തി സാഹിബ് സമർപ്പിച്ചു. അപ്പോൾ ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുകയുണ്ടായി, നമുക്ക് ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആന്റെ കൽപ്പന നോക്കേണ്ടതായി വരും. ഏതൊന്നാണോ അത് സ്വത്തിന്റെ ഭാഗം വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധ ഖുർആൻ വിധത്തിലുള്ള ദാനത്തെക്കുറിച്ച് വിവരിച്ചിട്ടില്ല, മറിച്ച് അനന്തരാവകാശത്തെക്കുറിച്ചാണ് വിവരിച്ചിട്ടുള്ളത്. അതിൽ എല്ലാ അവകാശികളുടെയും അവകാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ചില സമയത്ത് ചില ആളുകൾ സ്വത്ത് ഭാഗം വെക്കുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ച് പരിഗണിക്കാറില്ല. പിന്നീട് കേസുകൾ നടക്കുന്നു, കലഹങ്ങൾ ഉണ്ടാകുന്നു. അവിടുന്ന് പറയുന്നു, വിശുദ്ധ ഖുർആൻ വിവരിച്ചിരിക്കുന്ന പങ്കിനെ മാറ്റാൻ സാധ്യമല്ല. ഇനി നോക്കേണ്ടത് ഇതാണ്,
ഈ കൽപ്പനകൾ നിശ്ചയിച്ചതിന് പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? അനന്തരാവകാശങ്ങളിൽ എന്തുകൊണ്ടാണ് എല്ലാ ആൺമക്കൾക്കും തുല്യാവകാശം നൽകേണ്ടത്? ഒരു കുട്ടിയുടെ പരാതിക്ക് മേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഈ നിർദ്ദേശം നൽകിയത്? ഒന്നുകിൽ ഇവർക്കും കുതിര നൽകുക, അതിൽ മറ്റാളിൽ നിന്ന് തിരിച്ചു വാങ്ങുക. അതിനുള്ള ഹിക്മത്ത് ഇതായിരുന്നു. ഏതുപോലെ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് നിർബന്ധമാണോ, അതുപോലെ മാതാപിതാക്കളും കുട്ടികളോട് സമത്വത്തോടുകൂടി പെരുമാറണം എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ അഥവാ മാതാപിതാക്കൾ അതിനെതിരിൽ പ്രവർത്തിച്ചുകൊണ്ട് പശ്ചാത്തലത്തോടുകൂടി പെരുമാറുകയാണെങ്കിൽ, ഒരു ഭാഗത്തേക്ക് കൂടുതൽ ചായുകയാണെങ്കിൽ, മക്കൾ തങ്ങളുടെ നിർബന്ധ കടമകളിൽ നിന്ന് മുഖം തിരിക്കണമെന്നില്ല. മക്കൾ മാതാപിതാക്കളുള്ള കടമകൾ നിറവേറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ കടമകളുടെ നിർവഹണം, അതായത് മാതാപിതാക്കളെ സേവിക്കുന്നതിൽ ഒരു സന്തോഷമോ ആനന്ദമോ ഉണ്ടായിരിക്കുകയില്ല. മക്കൾക്ക് മറിച്ച് അതിനെ ഒരു ജോലിയായി മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും. അതായത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നു, ഞങ്ങൾ അതുകൊണ്ടാണ് സേവനം ചെയ്യുന്നത്, സന്തോഷം കൊണ്ടായിരിക്കുകയില്ല. ചില ആളുകളുടെ ഈ വിധത്തിലുള്ള പെരുമാറ്റം മക്കളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമുണ്ടാക്കുന്നതും സ്നേഹം നശിപ്പിക്കുന്നതുമായിരിക്കും. ഏതൊന്നാണോ മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിൽ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഇസ്ലാം ഇതിൽ നിന്ന് വിലക്കിയിരിക്കുന്നത്. എന്നാൽ വസിയത്തും ദാനവും അത് തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയല്ല, മറിച്ച് ദീനിനു വേണ്ടിയാണ്. അത് അനുവദനീയമാണ്. മക്കളെ കൂടാതെ, അനന്തരാവകാശികളെ കൂടാതെ ഉള്ളവർക്ക് വസിയത്ത് ചെയ്യാവുന്നതാണ്. കാരണം അയാൾ സ്വയം അതിൽ നിന്ന് ലഭിക്കാത്തവനായിരിക്കും. കേവലം മക്കൾക്ക് നഷ്ടമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, അത് അയാൾക്ക് എത്തുന്നു. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അത് ചിലവ് ചെയ്യുന്നത്. അതുകൊണ്ട് മക്കളും അത് കാരണം വ്യസനിക്കുകയില്ല, അവർക്കും അത് കാരണം ദുഃഖം ഉണ്ടാവുകയില്ല. എന്നാൽ ദാനമോ വസിയത്തോ ഏതെങ്കിലും ഒരു പ്രത്യേക മക്കൾക്ക് വേണ്ടി ആണെങ്കിൽ അത് അനുവദനീയമല്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒന്ന്, സമയപരമായ ഉത്തരവാദിത്വമായിരിക്കും, അത് നിർവഹിക്കേണ്ടത് നിർബന്ധമായിരിക്കും. അതിന്റെ ഉദാഹരണം ഇപ്രകാരം മനസ്സിലാക്കുക. ഒരാൾക്ക് 4 ആൺകുട്ടികളുണ്ട്. അദ്ദേഹം മൂത്ത ആൺകുട്ടിക്ക് MA ഉള്ള വിദ്യാഭ്യാസം നൽകി. മറ്റുള്ളവർ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ ജോലി പോയി, അല്ലെങ്കിൽ വരുമാനം കുറഞ്ഞു, ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി. അപ്പോൾ ഈ ഒരാക്ഷേപം ഉന്നയിക്കാൻ സാധ്യമല്ല മൂത്ത മകനോട് വ്യത്യസ്തമായ നിലയിൽ പെരുമാറി, മറിച്ച് ഇത് ഒരു ആകസ്മികമായ സംഭവമാണ്. അദ്ദേഹത്തിന്റെ പരിശ്രമം ഇതായിരുന്നു: ഞാൻ ആദ്യം മൂത്ത മകനെ പഠിപ്പിക്കാം, പിന്നീട് ഓരോരുത്തരെയായി അവരുടെ ഊഴമനുസരിച്ച് MA വരെ പഠിപ്പിക്കും, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം പഠിക്കാൻ സാധിക്കുമോ പഠിപ്പിക്കും. അതായത് സമയത്തിന്റെ ആവശ്യമനുസരിച്ച് അദ്ദേഹം ഉത്തരവാദിത്വത്തെ വിഭജിച്ചു. നിയ്യത്ത് ശുദ്ധമായിരുന്നു. ഇപ്പോൾ ഈ ജോലി ചെയ്യാം, രണ്ടാമത്തെ ആളുടെ സമയം വരുമ്പോൾ അതും ചെയ്യുന്നതായിരിക്കും. എന്നാൽ പിന്നീട് അവസ്ഥകൾ മാറി, അദ്ദേഹത്തിന് തന്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എന്നാൽ അതിനെതിരിൽ ഒരു പിതാവ് തന്റെ കുടുംബം ഉള്ള മൂത്ത മകന് 2000 രൂപ നൽകി മാറ്റിപ്പാർപ്പിക്കുകയും, നീ കച്ചവടം നടത്തുക, മറ്റുള്ള മക്കൾക്ക് കുട്ടികളാകുമ്പോൾ അവർക്കൊന്നും നൽകാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അനുവദനീയമല്ല. ഇത് പശ്ചാത്തലപരമായ പെരുമാറ്റമാണ്. ഏതായിരുന്നാലും ദാനത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്വത്തിനെ കുറിച്ചുള്ള കർമ്മശാസ്ത്രപരമായ പ്രശ്നമാണ് ഇത്. ഇത് എല്ലാവരും തങ്ങളുടെ മുന്നിൽ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ അല്ലെങ്കിൽ ദാനം നൽകുമ്പോൾ, വസിയത്ത് ചെയ്യുമ്പോൾ മുന്നിൽ വെക്കേണ്ടതാണ്. ഖന്തക് യുദ്ധത്തിന്റെ സമയത്ത് റിവായത്തിൽ വരുന്നു, ഹസ്രത്ത് ബഷീർ ബിൻ സഅദ്, ഈ സഹാബിയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മകൾ വിവരിക്കുകയാണ്, എന്റെ ഉമ്മ അമ്ര ബിൻത് റവാഹ എനിക്ക് തുണിയിൽ അല്പം കാരക്ക തന്നുകൊണ്ട് പറഞ്ഞു, മോളെ, ഇത് നിന്റെ ഉപ്പാക്കും അമ്മാവനും കൊണ്ടുപോയി നൽകുക. എന്നിട്ട് പറയുക, ഇത് നിങ്ങളുടെ രാവിലത്തെ ഭക്ഷണമാണ്. അദ്ദേഹത്തിന്റെ മകൾ പറയുന്നു, ഞാൻ ആ കാരക്കയുമായി ചെന്നു. തന്റെ പിതാവിനെയും അമ്മാവിനെയും അന്വേഷിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തുകൂടി കടന്നുപോയി. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ മകളെ, നിന്റെ കയ്യിൽ എന്ത് വസ്തുവാണുള്ളത്? ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാ, ഇത് കാരക്കയാണ്. എന്റെ ഉമ്മ ഇത് എന്റെ പിതാവ് ബഷീർ ബിൻ സഅദിനും എന്റെ അമ്മാവൻ അബ്ദുള്ള ബിൻ റവാഹക്കും വേണ്ടി കൊടുത്തു അയച്ചതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊണ്ടുവരിക, അതെനിക്ക് നൽകുക. ഞാൻ ആ കാരക്ക അങ്ങയുടെ 2 കൈകളിലും വെച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരക്കയെ ഒരു തുണിയിൽ ഇട്ടു. എന്നിട്ട് അതിനെ മറ്റൊരു തുണി കൊണ്ട് മൂടി. എന്നിട്ട് ഒരാളോട് പറഞ്ഞു, ആളുകളെ ഭക്ഷണത്തിനു വേണ്ടി വിളിക്കുക. അങ്ങനെ കിടങ്ങു കുഴിക്കുന്ന എല്ലാവരും ഒരുമിച്ചുകൂടി. എന്നിട്ട് ആ കാരക്ക തിന്നാൻ തുടങ്ങി. ആ കാരക്ക കൂടിക്കൊണ്ടിരുന്നു. ഏതുവരെ എന്നാൽ കിടങ്ങു കുഴിക്കുന്ന എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ
കാരക്ക തുണിയുടെ വശങ്ങളിലൂടെ താഴേക്ക് വീണുകൊണ്ടിരുന്നു. അത്രത്തോളം അതിൽ ബർക്കത്തുണ്ടായി. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ 12 ഹിജ്രിയിൽ ഹദ്റത്ത് ബഷീർ ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദിനോടൊപ്പം ഐനുത്തമർ യുദ്ധത്തിൽ പങ്കെടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ഷഹാദത്ത് ലഭിച്ചു. ഐനുത്തമർ കൂഫാക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ്. അവിടെ മുസ്ലിങ്ങൾ 12 ഹിജ്രിയിൽ ഹദ്റത്ത് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ വിജയം വരിക്കുകയും ജയിച്ചടക്കുകയും ചെയ്തു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയെ കസക്കായി 7 ഹിജ്രി ദുൽഖഅദയിൽ പുറപ്പെട്ടപ്പോൾ അവിടുന്ന് ആയുധങ്ങൾ മുന്നിൽ അയച്ചിരുന്നു. അതിൽ ഹദ്റത്ത് ബഷീർ ബിൻ സഅദിനെ മേൽനോട്ടക്കാരനായി നിശ്ചയിച്ചു. ഉംറ ഖദായുടെ വിശദീകരണം ഇപ്രകാരമാണ്. ഹുദൈബിയ സന്ധിയുടെ കാരണം അന്ന് ഉംറ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിലെ ഒരു നിബന്ധന ഇതായിരുന്നു: അടുത്ത വർഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് ഉംറ ചെയ്യുന്നതായിരിക്കും, 3 ദിവസം മക്കയിൽ താമസിക്കുന്നതായിരിക്കും. ഈ നിബന്ധന അനുസരിച്ച് ദുൽഖഅദ മാസം 7 ഹിജ്രിയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാനായി മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പ്രഖ്യാപിച്ചു, ആരാണോ കഴിഞ്ഞ വർഷം ഹുദൈബയിൽ പങ്കെടുത്തത് അവർ എല്ലാവരും എന്നോടൊപ്പം പുറപ്പെടുന്നതായിരിക്കും. അങ്ങനെ ആ ആളുകൾ ഒഴിച്ച് ആരാണോ ഖൈബർ യുദ്ധത്തിൽ ഷഹീദായത് അല്ലെങ്കിൽ വഫാത്തായത് എല്ലാവർക്കും ഈ ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്തു. ഉംറയ്ക്ക് പോകുന്നതിനായി ആയുധങ്ങളും മറ്റുമായി മുന്നോട്ടയച്ചു. എന്താണ് ആയുധത്തിന്റെ ആവശ്യം? ഇതിനെക്കുറിച്ച് വിശദ വിവരം ലഭിക്കുന്നത് ഇപ്രകാരമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കക്കാരെ ഉടമയിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. അവർ അവരുടെ പ്രതിജ്ഞ പൂർത്തിയാക്കുമെന്ന്. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനുള്ള മുഴുവൻ തയ്യാറെടുപ്പുമായി എത്രത്തോളം ആയുധം കൊണ്ടുപോകാൻ സാധിക്കുമോ കൊണ്ടുപോയി. പോകുന്ന സമയത്ത് ഒരു സഹാബി ഹദ്റത്ത് അബൂ റഹം ഗഫാരിയെ മദീനയുടെ ഭരണാധികാരിയാക്കി. 2000 മുസ്ലിങ്ങളോടൊപ്പം അതിൽ 100 പേർ കുതിരസവാരിക്കാരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പുറപ്പെട്ടു. 60 ഒട്ടകങ്ങൾ കുർബാനിക്കായി കൂടെ ഉണ്ടായിരുന്നു. മക്കയിലെ നിഷേധികൾക്ക് ഈ വാർത്ത ലഭിച്ചപ്പോൾ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധങ്ങളും യുദ്ധസാധനങ്ങളുമായി മക്കയിലേക്ക് വരുന്നു. അവർ വളരെയധികം പരിഭ്രമിച്ചു. അവർ ഏതാനും ചില ആളുകളെ അവസ്ഥകൾ അറിയുന്നതിനു വേണ്ടി മർറ സഹ്റാൻ എന്ന സ്ഥലം വരെ അയച്ചു. ഹദ്റത്ത് മുഹമ്മദ് ബിൻ മുസ്ലിമ കുതിരസവാരിക്കാരുടെ തലവനായിരുന്നു. അദ്ദേഹവുമായി ഖുറൈശികളുടെ സന്ദേഹവാഹകർ മുലാഖാത്ത് നടത്തി. അദ്ദേഹം സമാധാനിപ്പിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധിയിലെ നിബന്ധന അനുസരിച്ച് ആയുധം ഇല്ലാതെ മക്കയിൽ പ്രവേശിക്കും. ഇത് കേട്ട് നിഷേധികൾ സമാധാനിച്ചു. അങ്ങനെ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏജസ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അത് മക്കയിൽ നിന്ന് 8 മൈൽ ദൂരത്തിലാണ്. എല്ലാ ആയുധങ്ങളും അവിടെ വെച്ചു. ഹദ്റത്ത് ബഷീർ ബിൻ സഅദിന്റെ നേതൃത്വത്തിൽ ഏതാനും സഹാബാക്കളെ ആ ആയുധങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിയോഗിച്ചു. തന്റെ കൂടെ ഒരു വാളല്ലാതെ മറ്റൊരു ആയുധവും വെച്ചില്ല. റസൂലുള്ളാഹി സഹാബാക്കളുടെ കൂട്ടത്തോടുകൂടി ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ട് ഹറമിലേക്ക് മുന്നേറി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമിൽ പ്രവേശിച്ചപ്പോൾ കുറച്ച് നിഷേധികൾ, ഖുറൈശികൾ അസൂയയുടെ ഝലനം കൊണ്ട് അവർക്ക് ഈ ദൃശ്യം കാണാൻ സാധിക്കുമായിരുന്നില്ല. അവർ കുന്നിൻ മുകളിലേക്ക് കയറിപ്പോയി. ഞങ്ങൾക്കിത് കാണാൻ സാധിക്കുകയില്ല, മുസ്ലിങ്ങൾ തവാഫ് ചെയ്യുന്നത്. എന്നാൽ കുറച്ച് നിഷേധികൾ തങ്ങളുടെ ദാറുൻ നദവ, അത് അവരുടെ അഭിപ്രായം ആരായുന്ന കമ്മിറ്റി ആയിരുന്നു, അവിടെ ഒരുമിച്ചു കൂടുകയും അവിടെ ഒരുമിച്ചുകൊണ്ട് കണ്ണുകൾ തുറിച്ചുകൊണ്ട് തൗഹീദിന്റെയും റിസാലത്തിന്റെയും മത്തുപിടിച്ച ആളുകൾ മുസ്ലിങ്ങൾ അവരുടെ തവാഫിന്റെ ദൃശ്യം കാണാൻ തുടങ്ങി. പരസ്പരം പറയാൻ തുടങ്ങി, ഈ മുസ്ലിങ്ങൾ എന്ത് തവാഫ് ചെയ്യാനാണ്? ഇവരെ പട്ടിണിയും മദീനയിലെ പനിയും ചവിട്ടി അരച്ചിരിക്കുന്നു. ഇവർ വളരെയധികം ബലഹീനരായ ആളുകളാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഹറാമിൽ എത്തി ഇസ്തിബാ ചെയ്തു. അതായത് പുതപ്പ് ഈ വിധത്തിൽ പുതച്ചു, അങ്ങയുടെ വലതു തോളും കൈയും പുറത്തു കണ്ടു. എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അള്ളാഹു അവരുടെ മേൽ അനുഗ്രഹം ചൊരിയട്ടെ. ആരാണോ ഈ നിഷേധികൾക്ക് മുമ്പിൽ തങ്ങളുടെ ശക്തിയെ പ്രകടിപ്പിക്കുന്നത്? നിഷേധികൾ ഇപ്രകാരമാണ് സംസാരിക്കുന്ന: ആ വാർത്ത അങ്ങയുടെ അടുത്തെത്തി. അവിടുന്ന് പറഞ്ഞു, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കുക. ശക്തിയുടെ പ്രകടനം ഈ വിധത്തിൽ: നിങ്ങളുടെ ബലഹീനമായ ശരീരമല്ല കാണേണ്ടത്, മറിച്ച് നിങ്ങളുടെ ദൃഢമായ ശരീരം കാണണം, അല്ലെങ്കിൽ വിരിഞ്ഞ തോളുകൾ കാണാൻ സാധിക്കണം. പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളോടൊപ്പം ആദ്യത്തെ 3 പ്രദക്ഷിണത്തിൽ തോളുകൾ ഇളക്കി നല്ലവണ്ണം നെഞ്ചുവിരിച്ച് നടന്നുകൊണ്ട് തവാഫ് ചെയ്തു. ഇതിനെ അറബി ഭാഷയിൽ റമൽ എന്ന് പറയുന്നു. അങ്ങനെ ഈ സുന്നത്ത് ഇന്നുവരേക്കും നിലനിൽക്കുന്നു, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതായിരിക്കും. കഅബക്ക് തവാഫ് ചെയ്യുന്ന എല്ലാവരും തവാഫിന്റെ ആദ്യത്തെ 3 പ്രദക്ഷിണത്തിൽ റമൽ ചെയ്യുന്നതാണ്. ഇതാണ് ഇതിനുള്ള കാരണം, ആദ്യം ഈ വിധത്തിൽ നടക്കുന്നതിന്റെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഉംറ ചെയ്തു? ഇതിനെക്കുറിച്ച് ബുഖാരിയിലെ ഹദീസാണ്. റാവി വിവരിക്കുന്നു: ഞാൻ ഹദ്റത്ത് അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഉംറയാണ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 4. ഉംറ ഹുദൈബിയ, അത് ദുൽഖഅദയിലാണ് ചെയ്തത്. ഇതിനെ ഉംറ ആയി എണ്ണുന്നതിനുള്ള കാരണം എന്ന് പറയുന്ന, അന്ന് ഉംറ ചെയ്യാൻ സാധിച്ചിരുന്നില്ല, എന്നാൽ അവിടെ വെച്ച് കുർബാനിയും മറ്റും ചെയ്തിരുന്നു, തലമുണ്ടനം ചെയ്തിരുന്നു. ഈ അർത്ഥത്തിൽ അതിനെയും ഉൾപ്പെടുത്തുന്നു ചില ആളുകൾ. പിന്നീട് പറയുന്നു, മുശ്രിക്കീങ്ങൾ അങ്ങയെ തടഞ്ഞപ്പോൾ, ഹുദൈബിയയിൽ അങ്ങയെ തടഞ്ഞപ്പോൾ, അപ്പോൾ ഒരു ഉംറയായി. ആ ഉംറ 2ാമത്തെ വർഷം ദുൽഖഅദയിലാണ് നടന്നത്. ആദ്യത്തെ ഉംറ അടുത്ത വർഷം ആണ് നടന്നത്. ആദ്യത്തെ ഉംറയിൽ വെറും കുർബാനിയും മറ്റും മാത്രം നടന്നത്. 2ാമത്തെ ഉംറ ദുൽഖഅദയിൽ നടക്കുകയുണ്ടായി. അവരുമായി അവിടുന്ന് സുല ചെയ്തപ്പോൾ തുടർന്ന് എഴുതുന്നു, ഉംറയെ ജാറാന, അവിടുന്ന് മാലെ ഗനീമത്ത് മുതൽ വിതരണം ചെയ്തപ്പോൾ പറയുന്നു, ഞാൻ വിചാരിക്കുന്നത് ഇത് ഹുനൈൻ യുദ്ധത്തിലെ ഗനീമത്താണെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടുന്ന് എത്ര ഹജ്ജ് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, ഹജ്ജ് 1 മാത്രമാണ് ചെയ്തത്. അങ്ങനെ ഹജ്ജിന്റെ സമയത്ത് ഒരു ഉംറ ചെയ്തു. അങ്ങനെ ചിലർ ഉംറ 4 എണ്ണമായി എണ്ണുന്നു, ചിലർ 3 എണ്ണമായി എണ്ണുന്നു. ഹദ്റത്ത് ബഷീർ ബിൻ സഅദ് അൻസാറുകളുടെ ആദ്യത്തെ ആളായിരുന്നു. ആരാണോ ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ കയ്യിൽ സഖീഫ ബനു സഅദിന്റെ ദിവസം ബൈഅത്ത് ചെയ്തത്. സഖീഫ ബനു സഅദ എന്താണ്? ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, മദീനയിൽ ബനു ഖദ്റജിന് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു മുറി അല്ലെങ്കിൽ ഒരു ഷെഡ് ആ കാലഘട്ടത്തെ രീതി അനുസരിച്ച് ഉണ്ടാക്കിയിരുന്നു. അവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഖീഫ ബനു സഅദയിൽ ബനു ഖദ്റജിൽ നിന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമിയെ കുറിച്ച് ഒരു യോഗം നടന്നു. ഈ യോഗത്തിന്റെ വാർത്ത ഹദ്റത്ത് ഉമറിന് നൽകപ്പെട്ടു. ഇതുകൂടെ പറഞ്ഞു, ഒരുപക്ഷെ മുനാഫിക്കീങ്ങൾ കാരണം അൻസാറുകൾക്കിടയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഫിത്ന പൊട്ടിപ്പുറപ്പെടാം. അപ്പോൾ ഹദ്റത്ത് ഉമർ ഫാറൂഖ് ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിനെയും കൊണ്ട് സഖീഫ ബനു സഅദിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അറിയാൻ സാധിച്ചു, ബനു ഖസ്റജ് പിൻഗാമിക്ക് വാദം ഉന്നയിക്കുന്നവരാണ്, ബനു ഔസ് അതിനെ എതിർക്കുന്നവരാണ്. ഇത് രണ്ടും അൻസാറുകളുടെ 2 ഗോത്രമായിരുന്നു മദീനയിലെ. അത്തരം സമയത്ത് ഒരു അൻസാരി സഹാബി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം ഓർമ്മപ്പെടുത്തി, ഭരണാധികാരികൾ ഖുറൈശികളിൽ നിന്നായിരിക്കും. അത് ആ ചർച്ചയ്ക്കിടയിൽ അധികം ആളുകളുടെ ഹൃദയത്തിൽ ഏറ്റു. അൻസാറുകൾ തങ്ങളുടെ വാദത്തെ കൈയൊഴിഞ്ഞു. എല്ലാവരും ഉടനെ തന്നെ അബൂബക്കറിന്റെ ഖിലാഫത്തിന് ബൈഅത്ത് ചെയ്തു. എന്നാൽ അങ്ങനെ ആയിരുന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് 3 ദിവസം വരെ ഈ വിളംബരം ചെയ്തുകൊണ്ടിരുന്നു. താൻ ഖലീഫ ബനു സഅദയുടെ ബൈഅത്തിൽ നിന്ന് സ്വതന്ത്രനാണ്. അത് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടായെങ്കിൽ പറയുക. എന്നാൽ ആർക്കും ആക്ഷേപം ഉണ്ടായിരുന്നില്ല. ഇത് ഒരു സ്ഥലത്തു നിന്നുള്ള പറഞ്ഞ കാര്യമാണ്, ഡോക്ടർ ഹമീദുല്ലായുടെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന്. എന്നാൽ ഇതിന്റെ വിശദവിവരം കൂടുതലായി ഇപ്രകാരമാണ്. ഈ എല്ലാ കാര്യവും നടന്നപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സമയത്ത് കപടവിശ്വാസികൾ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അൻസാറുകളെ. ഹദ്റത്ത് ഉമറിനോടൊപ്പം ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് അവിടെ എത്തി. അദ്ദേഹം എത്തിയപ്പോൾ അൻസാറുകൾ തങ്ങളുടെ അഭിപ്രായം അവരുടെ മുന്നിൽ വെച്ചു. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ അഭിപ്രായം പറഞ്ഞു. ഈ എല്ലാ നടപടികളിൽ നിന്നും ഈ കാര്യം അനുമാനിക്കാൻ സാധിക്കും, അൻസാറുകളും മുഹാജിരിങ്ങളും
എല്ലാവരും തന്നെ ഇസ്ലാമിന്റെ പ്രയോജനത്തെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. മുനാഫിക്കീങ്ങൾ തങ്ങൾക്ക് ഫിത്ന ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, അൻസാറുകൾ അവർ പ്രയോജനത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത്. ഖിലാഫത്തിന്റെ, ഇമാമത്തിന്റെ സ്ഥാപനം നിർബന്ധമാണ്, അൻസാറുകളിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ മുഹാജിറുകളിൽ നിന്നാകട്ടെ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖിലാഫത്ത് അവർ ആഗ്രഹിച്ചിരുന്നു. അവർക്ക് അതിന്റെ ഒരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. അവർ ഒരു നേതൃത്വം അവർ ആഗ്രഹിച്ചിരുന്നു. അവർ ഒരു ദിവസം പോലും അമീറും ജമാഅത്തും ഇല്ലാതെ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ ഒരഭിപ്രായം ഇതായിരുന്നു, അൻസാറുകളിൽ നിന്നായിരിക്കണം അമീർ. മറ്റൊരു അഭിപ്രായം ഇതായിരുന്നു, മുഹാജിരിങ്ങളിൽ നിന്നായിരിക്കും അമീർ. കാരണം അവരെ കൂടാതെ അറബികൾ മറ്റൊരാളുടെ നേതൃത്വം അനുസരിക്കുകയില്ല. അതുകൂടാതെ മൂന്നാമത്തെ അഭിപ്രായം ഇതായിരുന്നു, രണ്ട് അമീർമാരുണ്ടാകണം, ഒരാൾ അൻസാറുകളിൽ നിന്നും മറ്റൊരാൾ ഖുറൈശികളിൽ നിന്നും. ഇവിടെ മുഹാജിരിങ്ങൾ അൻസാറുകളോട് ഈ കാര്യവും പറഞ്ഞു. ഇപ്പോൾ ഖുറൈശികളിൽ നിന്ന് തന്നെ അമീറാകേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ അവർ തങ്ങളുടെ അഭിപ്രായത്തിന് പിന്തുണയായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖുറൈശികളിൽ നിന്ന് ഇമാമത്ത് നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ പ്രവചനവും സമർപ്പിച്ചു. അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അൽ അയിമ്മത്തു മിൻ ഖുറൈഷ്, അതായത് ഇമാം ഖുറൈശികളിൽ നിന്നായിരിക്കും. ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് അൻസാറുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഓ മദീനയിലെ അൻസാർ, നിങ്ങൾ അവരാണ് ആരാണോ ഏറ്റവും കൂടുതലായി സ്വയം ഈ ദീനിനു വേണ്ടി ദീനിനെ സേവിക്കുന്നതിനു വേണ്ടി സമർപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഏറ്റവും ആദ്യം ഇതിനെ മാറ്റുന്നവരും തകർക്കുന്നവരും ആകരുത്. ഇങ്ങനെ പറയരുത്, അൻസാറുകളിൽ നിന്നായിരിക്കണം അമീർ, അല്ലെങ്കിൽ രണ്ടു കൂട്ടരിൽ നിന്ന് അമീർ ഉണ്ടാകണമെന്ന്. ഈ യാഥാർത്ഥ്യം നിറഞ്ഞ സന്ദേശം കൊണ്ട് അൻസാറുകൾ കാര്യം ഗ്രഹിച്ചു. അവരിൽ നിന്ന് ഹദ്റത്ത് ബഷീർ ബിൻ സഅദ് എഴുന്നേറ്റു. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാബി ബഷീർ ബിൻ സഅദ് എഴുന്നേറ്റു. എന്നിട്ട് അൻസാറുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഓ അൻസാർ, അള്ളാഹു ആണ് സത്യം. നമുക്ക് മുശ്രിക്കുകളുമായി ജിഹാദ് ചെയ്യുന്നതിൽ ദീനിൽ മുഹാജിരിങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ഇത് നാം കേവലം അള്ളാഹുവിന്റെ തൃപ്തിയും റസൂലിനെ അനുസരിക്കുന്നതിനു വേണ്ടിയും തങ്ങളുടെ നഫ്സിന്റെ പരിഷ്കരണത്തിനു വേണ്ടിയുമാണ് ചെയ്തത്. നമുക്ക് ഈ കാര്യം അലങ്കാരമല്ല, നാം അഹങ്കാരം കൊണ്ടും തർക്കം കൊണ്ടും പ്രവർത്തിക്കുക എന്നത്. ദീനീ സേവനത്തിന് പകരമായി അത്തരത്തിലുള്ള പ്രതിഫലം ചോദിക്കുന്നവരായി തീരുക. ഏതൊന്നിലാണോ ഭൗതികതയുടെ ഗന്ധം ഉള്ളത്, നമ്മുടെ പ്രതിഫലം അള്ളാഹുവിന്റെ പക്കലാണ്. അവനാണ് നമുക്ക് മതിയായവനാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളിൽ നിന്നായിരുന്നു. അവർ തന്നെയാണ് ഈ ഖിലാഫത്തിന്റെ അവകാശികൾ. നാം അവരുമായി കലഹത്തിൽ അകപ്പെടരുത്. അങ്ങനെ അള്ളാഹു ആക്കാതിരിക്കട്ടെ. ഓ അൻസാറുകൾ, അള്ളാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കുക, മുഹാജിരികളുമായി ഭിന്നത കാണിക്കാതിരിക്കുക. എല്ലാ കാര്യത്തിനു ശേഷം ഹദ്റത്ത് ഖുബാബ് ബിൻ മുൻസിർ അൻസാറുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. എന്നാൽ ഹദ്റത്ത് ഉമർ വീണ്ടും അവസ്ഥയെ ശരിയാക്കി. ചുരുങ്ങിയ നിലയിൽ ആണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഹദ്റത്ത് അബൂബക്കറിന്റെ കൈ അദ്ദേഹം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് ബൈഅത്ത് വാങ്ങിക്കുക. കൂടെ തന്നെ ഹദ്റത്ത് ഉമർ ഹദ്റത്ത് അബൂബക്കറിന് ബൈഅത്ത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഓ അബൂബക്കർ, താങ്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകിയിരുന്നു താങ്കൾ നമസ്കരിപ്പിക്കുക എന്ന്. അതുകൊണ്ട് താങ്കൾ തന്നെയാണ് ഖലീഫത്തുള്ള. ഞങ്ങൾ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാനുള്ള കാരണം താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഹദ്റത്ത് ഉമറിന് ശേഷം ഹദ്റത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ് ബൈഅത്ത് ചെയ്തു. അതിനുശേഷം അൻസാറുകളിൽ നിന്ന് ഹദ്റത്ത് ബഷീർ ബിൻ സഅദ് ഉടനെ തന്നെ ബൈഅത്ത് ചെയ്തു. ഇതിനുശേഷം ഹദ്റത്ത് സയ്യിദ് ബിൻ സാബിത്ത് അൻസാരി ബൈഅത്ത് ചെയ്തു. ഹദ്റത്ത് അബൂബക്കറിന്റെ കൈ പിടിച്ചുകൊണ്ട് അൻസാറുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അവരോടും ഹദ്റത്ത് അബൂബക്കറിന് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അങ്ങനെ അൻസാറുകളും അബൂബക്കറിന് ബൈഅത്ത് ചെയ്തു. ഈ ബൈഅത്ത് ഇസ്ലാമിക സാഹിത്യത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ ബൈഅത്തെ സഖീഫ എന്നും ബൈഅത്തെ ഖാസ എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഹദ്റത്ത് അബൂ മസൂദ് അൻസാരി വിവരിക്കുന്നു, ഒരിക്കൽ ഞങ്ങൾ സഅദ് ബിൻ ഇബാദയുടെ സദസ്സിലിരിക്കുകയായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് വന്നു. ഹദ്റത്ത് ബഷീർ ബിൻ സഅദ് അങ്ങയുടെ സമക്ഷം പറഞ്ഞു, അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണമെന്ന്. ഞങ്ങൾ എങ്ങനെയാണ് താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലേണ്ടത്? നിവേദകൻ പറയുന്നു, ഈ ചോദ്യത്തിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി. ഏതുവരെ എന്നാൽ ഞങ്ങൾ ആഗ്രഹിച്ചു ഈ ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഒരു നീണ്ട സമയം നിശബ്ദനായിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്രകാരം ചൊല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ
കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. സലാം അതുപോലെ തന്നെ ചൊല്ലുക. ഏതുപോലെയാണ് സലാം ചൊല്ലേണ്ടത് നിങ്ങൾക്കറിയുമോ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്. സഹാബാക്കളുടെ സ്മരണ ഇന്നത്തേത് ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ദുആക്ക് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ ജൽസയുടെ സംഘാടനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പുതിയ സ്ഥലത്താണ് ജൽസ നടത്തേണ്ടിയിരുന്നത്. അവരുടെ ഒരു നഗരമാണ് അഹമ്മദ് നഗർ. അവിടെ പണ്ഡിതന്മാർ, നാമധാരികളായ പണ്ഡിതന്മാർ എന്നാണ് പറയേണ്ടത്, അവർ എതിരാളികൾ കോലാഹലമുണ്ടാക്കി ഭരണകൂടത്തോട് ആദ്യം ആവശ്യമുന്നയിച്ചു ജൽസ തടയുക. ഭരണകൂടം അത് അംഗീകരിക്കാതിരുന്നപ്പോൾ ലഹളക്കാർ അഹമ്മദികളുടെ വീടുകളും കടകളും ആക്രമിച്ചു. ഏതാനും വീടുകൾ കത്തിച്ചു, ഏതാനും കടകൾ കൊള്ളയടിച്ചു, കത്തിച്ചു. കുറച്ച് അഹമ്മദികൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. അള്ളാഹു അവിടെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുക. അള്ളാഹു പരിക്കു പറ്റിയവർക്ക് പെട്ടെന്ന് ആരോഗ്യം നൽകുമാറാകട്ടെ, പരിപൂർണ ഷിഫ നൽകുമാറാകട്ടെ. അവരുടെ നഷ്ടം അള്ളാഹു നികത്തിക്കൊടുക്കുമാറാകട്ടെ. അവിടെ സമാധാനപൂർവം ഭാവിയിൽ എപ്പോഴാണോ ജൽസയുടെ തീയതി നിശ്ചയിക്കുന്നത് ജൽസ നടത്താൻ സാധിക്കുമാറാകട്ടെ. നമസ്കാരങ്ങൾക്ക് ശേഷം ഞാനൊരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കും. അത് ബഹുമാനപ്പെട്ട സിദ്ദീഖ ബേഗം സാഹിബ കനിയാപൂർ പാകിസ്ഥാന്റേതാണ്. അവർ ലൈക് അഹമ്മദ് മുഷ്താഖ് സാഹിബ് മുബല്ലിഗ് ഇൻചാർജ് തെക്കേ അമേരിക്കയുടെ മാതാവാണ്. ഷെയ്ഖ് മുസഫർ അഹമ്മദ് സാഹിബിന്റെ ഭാര്യയാണ്. ഫെബ്രുവരി 1 74 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരുടെ കുടുംബത്തിൽ അഹമ്മദിയത്ത് ഇവരുടെ പിതാമഹൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് സുൽത്താൻ സാഹിബ് മുഖേനയാണ് വന്നത്. അദ്ദേഹം 1897 24 വയസ്സിൽ ബൈഅത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചു. മർഹൂമയുടെ വിവാഹം ഓഗസ്റ്റ് 29 1964 നടന്നു. മുഴുവൻ ജീവിതവും ഒരു മാതൃകാ ഭാര്യയായി രൂപത്തിൽ കഴിച്ചുകൂട്ടി. പരിമിതമായ വരുമാനത്തിൽ പ്രയാസങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് തന്റെ വലിയ കുടുംബത്തെ നോക്കി എന്ന് മാത്രമല്ല, തന്റെ ഭർത്തൃ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും വിവാഹം നടത്തി. എപ്പോഴും തന്റെ സുഖത്തേക്കാൾ മറ്റുള്ളവരുടെ സുഖത്തിന് പ്രാധാന്യം നൽകി. നമസ്കാരവും നോമ്പും കൃത്യമായി അനുഷ്ഠിക്കുമായിരുന്നു. ദുആ ചെയ്യുമായിരുന്നു. വിനയാന്വിതയായിരുന്നു. എല്ലാവരുമായി ഇടപഴകുന്ന ആളായിരുന്നു. സാധാരണ പ്രകൃതമായിരുന്നു. ദരിദ്രരെ പരിഗണിക്കുന്ന നല്ല മുഖ്ലിസായ വനിതയായിരുന്നു. സ്ഥിരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഒരുപാട് അഹമ്മദി അനഹമ്മദി പെൺകുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ നോക്കി ഓതാൻ പഠിപ്പിച്ചു. തന്റെ ഒരു മകനെയും 2 മക്കളെയും സ്വന്തം ചെലവിൽ ഹാഫിസിനെ വിളിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഹിഫ്സ് ചെയ്യിപ്പിച്ചു. വിശുദ്ധ ഖുർആനോട് വളരെ വലിയ സ്നേഹമായിരുന്നു. കനിയാപൂരിലെ സദർ ലജനയെ കൂടാതെ സെക്രട്ടറിമാരും ഇഷാഅത്തുമായി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഖിലാഫത്തുമായി സുദൃഢമായ വിശ്വാസബന്ധമായിരുന്നു. മർഹൂമ മൂസിയായിരുന്നു. ഭർത്താവും 2 പെൺകുട്ടികളും 5 ആൺകുട്ടികളും വിട്ടേച്ചു പോയിട്ടുണ്ട്. 2 ആൺമക്കൾ വഖഫെ സിന്ദഗികളാണ്. അതിൽ ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക് അഹമ്മദ് മുഷ്താഖ് സാഹിബാണ്. തെക്കേ അമേരിക്കയിൽ മുബല്ലിഗ് ഇൻചാർജായ സുറിനാമിൽ അദ്ദേഹത്തിന് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മാതാവിന്റെ മരണസമയത്ത് അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ പോകാൻ സാധിച്ചില്ല. ഇദ്ദേഹത്തിന്റെ 2ാമത്തെ മകൻ മുഹമ്മദ് വലീദ് അഹമ്മദ് മുറബി സിൽസിലയാണ്. അദ്ദേഹം പാകിസ്ഥാനിൽ അവിടെ സേവനത്തിന് അദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മരുമകൻ മുസഫർ അഹമ്മദ് ഖാലിസ മുറബിയാണ്. അദ്ദേഹം പാകിസ്ഥാനിൽ തന്നെ റബോയിൽ ഇസ്ലാം ഇർഷാദ് മർക്കസിയയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു മർഹൂമയോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ, സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇവരുടെ കുട്ടികൾക്ക് ഇവരുടെ നന്മകൾ നിലനിർത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അവർക്കായി ചെയ്തിട്ടുള്ള ദുആകൾ അവരുടെ ഹക്കിൽ സ്വീകരിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل